നിങ്ങൾ ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുത്ത ആളല്ലേ? എന്തിനാണ് ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുത്തത്? PR പോരായിരുന്നോ? അതെ, 100%. അല്ല, ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുത്തത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% അതിന്റെ ബെനിഫിറ്റ്സ് കൊണ്ട് മാത്രം തന്നെയാണ്. കാരണം ബ്രിട്ടനോട് ഒരു സ്നേഹം ഇല്ല. ബ്രിട്ടനോട് സ്നേഹമുണ്ടല്ലോ. നമ്മൾ ഇപ്പോൾ PR എടുത്തു കഴിഞ്ഞാലും നമ്മൾ ബ്രിട്ടനിലെ ഒരാൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും അതിന്റെ കൂടെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ട് ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുക്കുമ്പോൾ. ഇപ്പോൾ ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരടുത്ത ആഴ്ച ഫ്രാൻസിൽ പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചിന്തിക്കണ്ട, നമുക്ക് ആക്സസബിൾ ആണ്. ഞാൻ ഫാമിലിയായിട്ട് ഇതുപോലെ ഒന്ന് ഫ്രാൻസിൽ പോകുന്ന ഇടയ്ക്ക് ഒരിക്കൽ ആലോചിച്ച് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതിനു ശേഷമാണ് റിയലൈസ് ചെയ്യുന്നത് ഇവിടെ അപ്പോയിൻമെൻറ്റ്സേ ഇല്ല. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ നോക്കി അവസാനം എടുത്ത ടിക്കറ്റും ക്യാൻസലായി, പൈസയും ഒക്കെ പോയി എന്ന് പറയുന്ന പോലുള്ള ഡിസഡ്വാൻറ്റേജസ് വരുമ്പോൾ നമുക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് ഇതുകൊണ്ട് അഡ്വാൻറ്റേജസ് ഉണ്ടല്ലോ, വൈ നോട്ട് എന്നുള്ള ഒരു പർപ്പസേ ഉള്ളൂ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത്രയും പറഞ്ഞു. ഇവിടെ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ഈ പറയുന്ന ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുക്കുമ്പം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാണ് അത് മറ്റുള്ള രാജ്യങ്ങളിൽ ഈസി ആയിട്ട് പോകാമല്ലോ എന്നാണ് പറയുന്നത്. പക്ഷെ ഈ പറയുന്ന ആൾക്കാർ മറ്റുള്ള രാജ്യങ്ങളിൽ എത്ര യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ 0 എന്നായിരിക്കും ചിലപ്പോൾ പറയാം. എല്ലാരും അല്ലെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ പറയുന്ന ഇത്രയും നിങ്ങൾ ഈ പാസ്പോർട്ട് എടുത്തു വർഷങ്ങളായി, എത്ര രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്? യൂറോപ്യൻ രാജ്യങ്ങൾ ഞാൻ യൂറോപ്പിൽ പോയിട്ടുള്ള ഇറ്റലിയും ഈ പറയുന്ന പോലെ 1-2 രാജ്യങ്ങളുള്ളൂ, അയർലൻഡ്, പിന്നെ എവിടെയാണ് വേറെ എനിക്ക് തോന്നുന്നു 1-2 രാജ്യം. സത്യം പറഞ്ഞാൽ അതൊരു നീഡ് ആയിരുന്നില്ല. വേണമെങ്കിൽ കുറച്ച് പ്രീ പ്ലാൻ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇല്ല ബ്രോ, അതിനുവേണ്ടി ഒരു രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് കളയണമായിരുന്നു. അല്ലല്ല, അങ്ങനെയല്ല ബ്രോ. ഇപ്പൊ പറയുന്നതിൽ ഒരു ഇതുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഇന്ന് പോകാൻ വേണ്ടിയല്ല ഞാൻ എടുത്തു വെക്കുന്നത്. ഇപ്പൊ നാളെ ആയാലും നമുക്ക് പോവാം. ഉദാഹരണത്തിന് ഇപ്പോ അടുത്ത ആഴ്ച ഒരു ഫ്രണ്ട് വിളിക്കുന്നു, നമ്മുടെ ഫ്രാൻസിൽ ഇരിക്കുന്ന ഒരു ഫ്രണ്ട് വിളിച്ചതിനെ വെക്കുക, ഓക്കെ, നോ പ്രോബ്ലം, എനിക്ക് വറീസ് ഇല്ല. മറ്റൊന്നു പറഞ്ഞാൽ ഇപ്പൊ US പോകാൻ ബ്രോയ്ക്ക് അറിയാം അതിന്റെ ആക്സസബിലിറ്റിയും ഓപ്ഷൻസും. ഇല്ലെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ടിലുള്ള ഡിസഡ്വാൻറ്റേജുകളും നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഇതിരിക്കട്ടെ. സോ ഇൻ കേസ് എന്തെങ്കിലും വരുമ്പോൾ ട്രാവലിങ്ങിന് ബെസ്റ്റാണ്. പിന്നെ യെസ്, നമ്മൾ ഓരോരോ കമ്മിറ്റ്മെൻറ്റ്സ് എല്ലാം കഴിഞ്ഞ് വന്നിട്ടല്ലേ ട്രാവലിംഗ് ഒരു എക്സ്പെൻസ് ആണല്ലോ. അപ്പോൾ അതിൻ്റെയും ഭാഗമായിട്ടാണ് പോവാതെ വരുന്നതിൻ്റെ റീസൺസ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഓരോരുത്തർ അത് എടുത്തു വെച്ചിട്ട് പോവാതിരിക്കുന്നുണ്ടാവാം, കംപ്ലീറ്റ്ലി അങ്ങനെ ഉണ്ടാവാം. ബ്രോ എന്തിനാണ് എടുത്തത് അത് പറഞ്ഞു? ഞാൻ ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുത്ത ഈ സെയിം യൂസബിലിറ്റിക്ക് തന്നെയാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സത്യം പറഞ്ഞാൽ വെളിയിൽ പോവുക, പല രാജ്യങ്ങളും കാണുക. പിന്നെ അന്ന് മാത്രമല്ല, അന്നത്തെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മൈൻഡ് സെറ്റ് ഇതെടുത്തു കഴിഞ്ഞാൽ ഒരു അഭിമാനമായിരുന്നു. അത് മറ്റൊരു കാര്യമാണ്. ബ്രിട്ടീഷ് പാസ്പോർട്ട് കൈ ചുമന്ന പാസ്പോർട്ടൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞൊരു അഭിമാനം കൂടെ ഉണ്ട്. മനസ്സിലായില്ലേ? എന്ന് പറയുന്ന ഇവർ അട്രാക്റ്റീവ് പോയി കേട്ടോ, ഇപ്പൊ ബ്ലാക്ക് ആയി. ഞാൻ എടുത്തതിന് ശേഷം പിന്നെ ബ്ലാക്ക് ആയി. അവർക്ക് മനസ്സിലായി ഇപ്പോഴും എന്റെ പാസ്പോർട്ട് ചോപ്പാണ് കേട്ടോ. റിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പണിയാണ്. അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സംഭവം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ ഇഷ്ടംപോലെ ട്രാവൽ ചെയ്യുന്ന ആളാണ്. കുറെ യൂറോപ്യൻ രാജ്യങ്ങൾ പോയിട്ടുണ്ട്, US പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഈസി ആയിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഇപ്പം നിൽക്കുന്ന സ്റ്റേജിലാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നാണ് ഞാൻ ആ ചിന്ത എടുക്കുന്നെങ്കിൽ ഞാൻ ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുക്കില്ലായിരുന്നു. അത് പക്ഷെ നമുക്ക് കിട്ടി ഇത്ര അഡ്വാൻറ്റേജ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ആയിക്കൂടെ? ആയിരിക്കാം. ബട്ട് അൾട്ടിമേറ്റ്ലി എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പം പല രാജ്യങ്ങളിൽ പോകണം, നമ്മളൊന്ന് പ്രീ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വിസ കിട്ടുന്നതിന് വലിയ പാടൊന്നുമില്ല. മാത്രമല്ല ഇന്ത്യ ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഇന്നത്തെ നമ്മൾ അതെപ്പോഴും അക്നോളജ് ചെയ്യണം. നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ ഒക്കെ പറയുമ്പോൾ നമ്മളൊരു 10-13 വർഷം മുമ്പുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇന്ന് വളരെ ഈ പറഞ്ഞ പോലെ നമുക്ക് റെക്കഗ്നൈസേഷൻ ഉണ്ട്. പ്ലസ് നമുക്കിന്ന് കാണിക്കാനുള്ള റിസോഴ്സസും ഉണ്ട്. പണ്ട് അങ്ങനെ ഇല്ല, അത്രയും ഇൻഫർമേഷൻസ് ഇല്ല, അതിന്റെ ഓപ്ഷൻസ് ലിമിറ്റഡ് ആയിരുന്നു. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ അന്ന് അതിൽ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. മാത്രമല്ല ഇനി ഈ സാധനം മാറ്റി ഇനി ഇന്ത്യൻ പാസ്പോർട്ട് അങ്ങനെ എടുക്കണത് എന്ത് പാടായിരിക്കും. അതെ, 100% അങ്ങനെയും ചിന്തിക്കാം. അപ്പം സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇന്ത്യൻ പാസ്പോർട്ടാണ് ഉള്ളതെങ്കിൽ കിട്ടിയോണ്ട് അസൂയുണ്ട്, അഹങ്കാരം കൊണ്ട് ഒന്നും പറയില്ല, അനുഭവം കൊണ്ട് പറയുന്നതാണ്. ഇന്ത്യൻ പാസ്പോർട്ടാണെന്നുണ്ടെങ്കിൽ സീരിയസ്ലി ആ ഇന്ത്യൻ പാസ്പോർട്ട് കയ്യിൽ വെച്ചേക്കുക. അതായത് ഭയങ്കര അഡ്വാൻറ്റേജ് ഒന്നും ഇല്ലെങ്കിൽ. അതെ, ഇപ്പൊ നമ്മുടെ തന്നെ അറിയാവുന്ന ഫ്രണ്ട്സ് ഉൾപ്പെടെ, ഇപ്പം എൻ്റെ അച്ഛനമ്മയൊക്കെ ആയാലും അവർക്ക് ഇപ്പോഴും ഇന്ത്യൻ പാസ്പോർട്ടൊക്കെയാണ്. ഇപ്പൊ നമ്മുടെ ജീവൻ ചേട്ടനായിക്കോട്ടെ, അങ്ങനെ എത്രയോ പേരുണ്ട്, ഇഷ്ടംപോലെ പേര് അവരെടുക്കുന്നില്ല. അവർക്ക് അതിന്റെ ഓപ്ഷന്റെ ആവശ്യമില്ല എന്ന് പറയുന്ന പോലെ അതൊരു ചോയ്സ് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ കാരണം രണ്ടിനും വലിയ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ട്രാവലിംഗ് വരുമ്പോൾ മാത്രം എനിക്ക് തോന്നുന്നു ഇത്തിരി കൂടെ ഏർലി പ്ലാൻ ചെയ്യുക എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാ. നിങ്ങൾക്ക് ഇന്ത്യൻ പാസ്പോർട്ട് എടുത്തിട്ടുണ്ടോ, എടുക്കുവോ?
അല്ല സോറി ബ്രിട്ടീഷ് പാസ്പോർട്ടിലേക്ക് മാറ്റുമോ ഇതൊക്കെ ഒന്ന് പറയാം അല്ലേ? 100%. ഇന്ത്യൻ പാസ്പോർട്ട് എന്ത് മണ്ടത്തരം ചോദ്യമാണ് ചോദിച്ചെന്ന് ഞാൻ ഇന്ത്യൻ പാസ്പോർട്ട് എടുക്കാതെ ഇന്ത്യനായി തന്നെ ഇരിക്കുമോ അതോ ബ്രിട്ടീഷുകാരനാകുമോ എന്നുള്ളതാണ് ചോദ്യം.